അമേരിക്കയിലെ ക്യാപിറ്റോൾ ഹില്ലിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ സൈനിക വിജയങ്ങളെക്കുറിച്ചും അമേരിക്കൻ ആയുധങ്ങളുടെ അപ്രമാദിത്വത്തെക്കുറിച്ചും വായുവിൽ വെടി പൊട്ടിക്കുന്നത് പോലെ ആവേശം കൊള്ളുമ്പോൾ റഷ്യയിലെ ക്രെംലിനിൽ നിശബ്ദമായിരുന്ന വ്ളാഡിമിർ പുടിൻ ലക്ഷ്യം വെക്കുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നാടിയ ഞരമ്പുകളെയാണ്. വെനസ്വേലയിലെ സൈനിക ഇടപെടലിനെ ഒരു വൻ വിജയമായി ട്രംപ് ലോകത്തിനു മുമ്പിൽ കൊട്ടിഘോഷിക്കുമ്പോൾ റഷ്യൻ ചാണക്യൻ തന്റെ പക്കലുള്ള അതീവ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ട് പാശ്ചാത്യ ശക്തികളെ പ്രതിരോധത്തിലാക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കൻ ഈഗിൾ തന്റെ ചിറകുകൾ വിടർത്തി ആധിപത്യം പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് റഷ്യൻ കരടി തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ ആഗോള ഊർജ്ജ ഭൂപടത്തിൽ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നു. റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ ഉന്നതതല യോഗത്തിൽ വ്ളാഡിമിർ പുടിൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേവലം ഒരു ആരോപണമല്ല, മറിച്ച് അമേരിക്കയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന കൃത്യമായ ഇന്റലിജൻസ് വാർ ആയിരുന്നു. റഷ്യൻ ഊർജ്ജത്തെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ടർക്ക് സ്ട്രീം, ബ്ലൂ സ്ട്രീം പൈപ്പ് ലൈനുകൾ തകർക്കാൻ പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ ഗൂഢാലോചന നടത്തുന്നുവെന്ന വാർത്ത പുറത്തുവിട്ടതിലൂടെ പുടിൻ ലക്ഷ്യം വെച്ചത് അമേരിക്കയുടെ ആഗോള സാമ്പത്തിക അട്ടിമറി നീക്കങ്ങളെയാണ്. കരിങ്കടലിന്റെ ആഴങ്ങളിലൂടെ തുർക്കിയിലേക്കും അവിടെ നിന്ന് തെക്കൻ യൂറോപ്പിലേക്കും പ്രകൃതിവാതകം എത്തിക്കുന്ന ഈ പൈപ്പ് ലൈനുകൾ റഷ്യയുടെ സാമ്പത്തിക നട്ടെല്ല് തന്നെയാണ്. അത്യാധുനിക ഡ്രോണുകളും കടലിനടിയിലെ സ്ഫോടന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് പൈപ്പ് ലൈനുകൾ തകർക്കാൻ യുക്രൈൻ വഴി പാശ്ചാത്യ ഏജൻസികൾ ശ്രമിക്കുന്നതായി FSB റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ പൈപ്പ് ലൈനുകൾ തകരുന്നത് റഷ്യക്ക് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന തണുപ്പുകാലത്ത് യൂറോപ്പിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ഇരുട്ടിലാക്കാനും ആഗോള വിപണിയിൽ വാതകവില കുതിച്ചുയരാനും കാരണമാകും. സമാധാന ശ്രമങ്ങളെ പാളം തെറ്റിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്ന പുടിന്റെ വാക്കുകൾ അമേരിക്കയിലേക്കുള്ള കേവലമൊരു താക്കീതല്ല, മറിച്ച് ഒരു അന്തിമ മുന്നറിയിപ്പാണ്. ഒരു വശത്ത് വെനസ്വേലയിൽ സമാധാനം കൊണ്ടുവരാമെന്ന വ്യാജേന ട്രംപ് ആയുധം പ്രയോഗിക്കുമ്പോൾ മറുവശത്ത് ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന ഇരട്ടത്താപ്പാണ് പുടിൻ തുറന്നു കാട്ടുന്നത്. അമേരിക്കൻ ആയുധങ്ങളെക്കുറിച്ച് ട്രംപ് വാചാലനാകുമ്പോൾ തന്റെ അൺസ്റ്റോപ്പബിൾ ഹൈപ്പർസോണിക് മിസൈലുകളെയും കടലിനടിയിലെ അത്യാധുനിക സർവൈലൻസ് സംവിധാനങ്ങളെയും കുറിച്ച് പുടിൻ പരോക്ഷമായി ഓർമ്മിപ്പിക്കുന്നു. പൈപ്പ് ലൈനുകൾക്ക് നേരെ ഒരു പോറൽ പോലും ഏറ്റാൽ അത് റഷ്യയുടെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമായി കണക്കാക്കുമെന്നും അതിന് മറുപടി അതിർത്തികൾ കടന്നുള്ളതായിരിക്കുമെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെയും ചൈനയുടെയും പിന്തുണയോടെ അമേരിക്കയുടെ എനർജി ടെററിസത്തിനെതിരെ ഒരു പുതിയ സഖ്യം രൂപപ്പെടുത്താൻ പുടിൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ലാറ്റിൻ അമേരിക്കയിൽ സൈനികാധിപത്യം ആഘോഷിക്കുമ്പോൾ പുടിൻ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും സാമ്പത്തിക ഭൂപടത്തിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയാണ്. ഇത് വെറുമൊരു ആയുധ പോരാട്ടമല്ല, മറിച്ച് ഭൂമിക്കടിയിലെ ഊർജ്ജ സ്രോതസ്സുകൾ മുതൽ ആഗോള സാമ്പത്തിക ഇടനാഴികൾ വരെ നീളുന്ന അതിശക്തമായ നയതന്ത്രങ്ങളുടെ പോരാട്ടമാണ്. ട്രംപ് നടത്തിയ പ്രസംഗം കേവലം ഒരു വിജയ പ്രഖ്യാപനമായിരുന്നില്ല, മറിച്ച് റഷ്യയെയും ചൈനയെയും ഇറാനെയും ലക്ഷ്യം വെച്ചുള്ള നേരിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു. ആയിരക്കണക്കിന് സൈനികർ കാവൽ നിന്നിട്ടും റഷ്യയുടെയും ചൈനയുടെയും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് എവിടെയാണ് പിഴച്ചത് എന്ന ട്രംപിന്റെ പരിഹാസം റഷ്യയെയും ചൈനയെയും മാത്രമല്ല, ഇറാനെയും പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി ന്യൂയോർക്കിലെ കോടതിയിൽ എത്തിച്ചതിലൂടെ താൻ ആഗോള പോലീസാണെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ ആ നീക്കം ഒരു അന്താരാഷ്ട്ര തട്ടിക്കൊണ്ടുപോകലാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തുറന്നടിച്ചത്. അമേരിക്കൻ ആയുധങ്ങളുടെ മേധാവിത്വം ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ട്രംപ് ഈ അവസരം ഉപയോഗിക്കുമ്പോൾ ഇറാൻ അതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തി കഴിഞ്ഞു. വെനസ്വേലയിലെ അമേരിക്കൻ ഇടപെടൽ ഒരു പരമാധികാര രാഷ്ട്രത്തിനു നേരെയുള്ള നഗ്നമായ ലംഘനമാണെന്ന് വിശേഷിപ്പിച്ച ഇറാൻ റഷ്യയുമായി ചേർന്ന് ഇതിനെതിരെ സംയുക്ത നീക്കം നടത്താൻ ആഹ്വാനം ചെയ്തു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാന്റെ തീരങ്ങളെ ലക്ഷ്യം വെക്കുമ്പോഴും ലാറ്റിൻ അമേരിക്കയിലെ തങ്ങളുടെ സുഹൃത്ത് രാഷ്ട്രീയത്തെ സംരക്ഷിക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് തന്ത്രപ്രധാനമായ സഹായങ്ങൾ നൽകിയിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ടർക്ക് സ്ട്രീം പൈപ്പ് ലൈൻ അട്ടിമറിക്കാനുള്ള നീക്കവും വെനസ്വേലയിലെ ട്രംപിന്റെ കടന്നുകയറ്റവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായാണ് ഇറാൻ വിലയിരുത്തുന്നത്. അമേരിക്കൻ F-35 വിമാനങ്ങൾ വെനസ്വേലയുടെ ആകാശത്ത് വട്ടമിടുമ്പോൾ അതിനെ നേരിടാനുള്ള റഷ്യൻ ഇറാനിയൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ കരുത്ത് വരും ദിവസങ്ങളിൽ യുദ്ധക്കളത്ത് തെളിയുമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന് മേൽ അമേരിക്ക കണ്ണുവെക്കുമ്പോൾ ഇറാന്റെ എണ്ണക്കപ്പലുകൾ കരീബിയൻ കടലിലൂടെ റഷ്യൻ സംരക്ഷണയിൽ യാത്ര ചെയ്യുന്നത് ട്രംപിനുള്ള കൃത്യമായ മറുപടിയാണ്. അമേരിക്ക ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ ഇറാൻ ഉൾപ്പെടെയുള്ള വൻശക്തികളുടെ ഈ കൂട്ടായ്മ അമേരിക്കൻ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഹാസങ്ങൾക്കും സൈനികാഭ്യാസങ്ങൾക്കും റഷ്യ നൽകിയ മറുപടി വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നില്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയുടെ അടിവേരറക്കുന്ന അതിശക്തമായ ഒരു സൈലന്റ് സ്ട്രൈക്ക് ആയിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ കടന്നുകയറ്റം ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് റഷ്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളെ ട്രംപ് പരിഹസിച്ചപ്പോൾ
വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നതിന് പകരം അത്യാധുനിക ആയുധങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കാനാണ് പുടിൻ തീരുമാനിച്ചത്. റഷ്യയുടെ S-400, S-500 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വെനസ്വേലയിൽ പരാജയപ്പെട്ടു എന്ന ട്രംപിന്റെ വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ തക്കവണ്ണം തങ്ങളുടെ ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യ പരിഷ്കരിച്ചതായി റഷ്യ സൂചന നൽകി. അമേരിക്ക നേരിട്ടുള്ള സൈനിക നീക്കം നടത്തുമ്പോൾ റഷ്യയും ഇറാനും ചേർന്ന് സൈബർ മേഖലയിലും സമുദ്രത്തിനടിയിലുമുള്ള തന്ത്രപ്രധാനമായ കേബിളുകൾക്കും പൈപ്പ് ലൈനുകൾക്കും ചുറ്റും ഒരു അദൃശ്യവലയം തീർക്കുകയാണ്. റഷ്യൻ പൈപ്പ് ലൈനുകൾ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന വെളിപ്പെടുത്തലിലൂടെ തണുപ്പുകാലത്ത് യൂറോപ്പിനെ പട്ടിണിക്കിടാൻ പോകുന്നത് റഷ്യയല്ല, മറിച്ച് അമേരിക്കയാണെന്ന സന്ദേശം നൽകാൻ പുടിന് സാധിച്ചു. ഇത് ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസ്യത കുറയ്ക്കാൻ കാരണമായി. വെനസ്വേലയിലെ അമേരിക്കൻ കടന്നുകയറ്റത്തെ എതിർക്കാൻ ഇറാൻ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ത്രിശക്തി സഖ്യം അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് വലിയൊരു തടസ്സമായി മാറിയിരിക്കുന്നു. ട്രംപും പുടിനും നേരിട്ടുള്ള പോർവിളികളിൽ ഏർപ്പെടുമ്പോൾ ചൈന ഈ പോരാട്ടത്തിന് പിന്നിൽ സാമ്പത്തിക ഇന്ധനമായി മാറുകയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങളെ തള്ളിക്കൊണ്ട് റഷ്യൻ ഊർജ്ജത്തിനും ഇറാന്റെ എണ്ണയ്ക്കും ചൈന വിപണിയൊരുക്കുന്നു. വെനസ്വേലയിലെ അമേരിക്കൻ കടന്നുകയറ്റത്തെ എതിർക്കാൻ ഇറാൻ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ത്രിശക്തി സഖ്യം അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് വലിയൊരു തടസ്സമായി മാറിയിരിക്കുന്നു. ട്രംപും പുടിനും നേരിട്ടുള്ള പോർവിളികളിൽ ഏർപ്പെടുമ്പോൾ ചൈന ഈ പോരാട്ടത്തിന് പിന്നിലെ സാമ്പത്തിക ഇന്ധനമായി മാറുകയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങളെ തള്ളിക്കൊണ്ട് റഷ്യൻ ഊർജ്ജത്തിനും ഇറാന്റെ എണ്ണക്കും ചൈന വിപണിയൊരുക്കുന്നു. വെനസ്വേലയിലെ അമേരിക്കൻ ഇടപെടൽ ആഗോള അരാജകത്വത്തിനുള്ള വഴിയൊരുക്കലാണെന്ന് വിശേഷിപ്പിച്ച ഷീ ജിൻപിങ് തന്റെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ അമേരിക്കയുടെ സ്വാധീനങ്ങളെ നിശബ്ദമായി പിടിച്ചെടുക്കുകയാണ്. റഷ്യൻ സാങ്കേതിക വിദ്യയെ പരിഹസിക്കുന്ന ട്രംപിന് ചൈനയുടെ ഡിജിറ്റൽ കറൻസിയും സാമ്പത്തിക പ്രതിരോധവും ചേർന്ന് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കുന്നതിലൂടെയാകും ചൈന മറുപടി നൽകുക. അമേരിക്ക ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ചൈന ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ വേരുകൾ മാറ്റിവെക്കുന്ന തിരക്കിലാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യ റഷ്യൻ സഹായത്തോടെ മെച്ചപ്പെടുത്തുകയാണ്. ട്രംപിന്റെ ഭീഷണികൾക്ക് മുമ്പിൽ പതറാതെ തങ്ങളുടെ സമുദ്രാതിർത്തി ലംഘിക്കുന്ന ഏത് പടക്കപ്പലിനെയും തകർക്കാൻ ശേഷിയുള്ള ഖൈബർ ഷഗൻ പോലുള്ള മിസൈലുകൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ നാവിക മേധാവിത്വത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ്. വെനസ്വേലൻ പ്രസിഡന്റിനെതിരെയുള്ള നീക്കം ഒരു അന്താരാഷ്ട്ര തട്ടിക്കൊണ്ടുപോകലാണെന്ന് യുണൈറ്റഡ് നേഷൻസിൽ റഷ്യ തുറന്നടിച്ചു. അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയെ അമേരിക്ക തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെഴുതുകയാണെന്നും ഇതിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നുമാണ് പുടിന്റെ ആഹ്വാനം. അമേരിക്ക വിജയലഹരിയിൽ പടക്കം പൊട്ടിക്കുമ്പോൾ ലോകം മറ്റൊരു വൻ ശക്തി പോരാട്ടത്തിന്റെ ഇരുണ്ട നിഴലിലാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരത്തിന് വ്ളാഡിമിർ പുടിൻ നൽകുന്ന മറുപടി കേവലം പ്രസംഗവേദികളിലെ വാക്കുകളല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ തക്കവണ്ണം ആഴമുള്ളതാണ്. വെനസ്വേലയിലെ സൈനിക നടപടി അമേരിക്കക്ക് ഒരു വിജയമായി തോന്നാമെങ്കിലും റഷ്യയും ഇറാനും ചൈനയും ചേരുന്ന പുതിയ ത്രിശക്തി സഖ്യം അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനുള്ള പുറപ്പാടിലാണ്. ട്രംപ് ആഗോള പോലീസുകാരനെന്ന കുപ്പായമണിയുമ്പോൾ ആ കുപ്പായത്തിന്റെ തുന്നലുകൾ ഓരോന്നായി അഴിച്ചുമാറ്റുകയാണ് റഷ്യ. അമേരിക്കയിലെ ആഘോഷങ്ങൾ അവസാനിക്കുമ്പോൾ ലോകം ഉണരുന്നത് ഒരുപക്ഷെ പഴയ നിയമങ്ങളില്ലാത്ത പുതിയൊരു പോർക്കളത്തിലായിരിക്കും. അവിടെ തോക്കുകൾക്കും മിസൈലുകൾക്കും ഒപ്പം തന്നെ ഊർജവും സാമ്പത്തിക തന്ത്രങ്ങളും ആയുധങ്ങളാകും. വരാനിരിക്കുന്ന ആഗോള പ്രത്യാഘാതങ്ങളുടെ ആഴം എത്രത്തോളം ആയിരിക്കുമെന്ന ആശങ്കയിൽ ലോകം ശ്വാസമടക്കി നിൽക്കുമ്പോൾ പുടിന്റെ അടുത്ത നീക്കം എവിടെയായിരിക്കുമെന്ന ചോദ്യം മാത്രം അന്തരീക്ഷത്തിൽ അവശേഷിക്കുന്നു.